എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇവിടെ ഒരു ഔഷധ ചെടിയുണ്ട്. അതിൻ്റെ പേര് പുന്നാര വിരൻ എന്നാണ്. അതിൻ്റെ ഇല 6 മാസം കഴിയുമ്പോൾ നമുക്ക് പൂവും എല്ലാ ദിവസവും കറിക്ക് കിട്ടും. കന്നിമാസം പകുതി ആകുമ്പോൾ തൊട്ടാണ് ആ ചെടി പൂവുണ്ടാകാൻ തുടങ്ങുന്നത്. ഇത്രയും പൂവ് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. പരുവോ ചൊറിയോ ഒന്നും ഉണ്ടാകത്തില്ല. വലിയവർക്കാണേലും പരുവുണ്ടാകുകയില്ല. അത് താറാമുട്ട മേടിച്ച് അതിനകത്ത് ഉടച്ച് ഇലയോ പൂവോ എന്തെങ്കിലും കൂട്ടി കഴിച്ചെന്നാൽ നമുക്ക് പരുവ ഉണ്ടെങ്കിൽ തന്നെ അത് വേഗം അങ്ങ് ചുങ്ങിപ്പോകും. പൊട്ടാതെ തന്നെ പഴുത്ത് വ്രണമൊന്നും ആകത്തില്ല. നല്ല രീതിക്ക് തന്നെ ചൊറിക്കും പരുവിനുമുള്ള ഒരു ഔഷധമാണിത്. നമ്മുടെ വീടിൻ്റെ പുറകിലാണ് ചെടി നിൽക്കുന്നത്. നമുക്ക് അവിടെ പോയത് പറിക്കാം. ഒരു ചെടിയാണ് നമ്മൾ എണ്ണയൊക്കെ മുറുക്കാനായിട്ട് എടുക്കുന്ന നീലേമരി എന്ന് പറയും. ഇത് നേഴ്സറിയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഒരു തൈക്ക് 150 രൂപയാണ്. ഇത്രയൊന്നും വലിപ്പം കാണത്തില്ല. അത് വാങ്ങിക്കുമ്പം ചെറിയ തൈയാണ്. ഇതിപ്പോൾ ഇത് പൂക്കാൻ തുടങ്ങി, കായുമായി. കായ ഉണങ്ങി വീഴുന്ന മുഴുവനും തൈയായിരിക്കും. ഉണ്ടോ ഇതിൻ്റെ കായ? അത് ഉണങ്ങിയ മൊത്തം നിറച്ചുമുണ്ട്. ഇവിടെ മൊത്തം തൈ ആയിരിക്കും. ഈ നിൽക്കുന്നത് മാതളനാരകമാണ്. ഇത് മാതളനാരകം. ഇത് പൊന്നാരിൻ്റെ ചെറിയൊരു മൂടാണ്. ഇത് ചെറിയൊരു മൂട് പൊന്നാരിൻ്റെ. ഇത് കുട്ടി ഓറഞ്ചാണ്. നമുക്ക് വെള്ളം പിഴിഞ്ഞൊക്കെ കുടിക്കാനായിട്ടുള്ള. ഇതിൻ്റെ പൊന്നാരിൻ്റെ മുഴുത്ത ചൂട് താഴെ നിൽക്കും. നമുക്ക് അവിടുന്ന് പൂ പറിച്ചെടുക്കാം. ഇതെല്ലാ വീടുകളിലും കാണുന്ന ഒരു ഇതല്ലേ പച്ചമഞ്ഞൾ. എന്താ പച്ചമഞ്ഞളിൻ്റെ തൈയാണ്. ഇത് തകര. എന്താ തകരയും പൂവ് ഇടാനായിട്ട് തുടങ്ങി. തകരയുടെ ഇലയും പൂവും കൂടെ നമുക്ക് തോരൻ വെക്കാം. ഇത് തകരയും പൊന്നാരിനും ഒരേ സീസണിലാണ് പൂക്കുന്നത്. ഉണ്ടോ? രണ്ടിനും ഒരിതാ. ഇത് 2 മൂടേ ഉള്ളൂ. പിന്നെ ഇത് കാന്താരി. കാന്താരി ഇപ്പം നമ്മൾ അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല. എരിവാർക്കും അധികം വേണ്ടാത്തത് കൊണ്ട് കാന്താരി മുഴുവനും കാക്കയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ആരും മാർക്കറ്റിലൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും വീടുകളിലൊക്കെ ഇപ്പോൾ ഉപയോഗം കുറവായി കാന്താരി നമ്മുടെ ഇവിടെ. പൊന്നാരിൻ്റെ പൂ പറിക്കണമെങ്കിൽ അങ്ങ് താഴെ നമുക്ക് താഴോട്ട് ഇറങ്ങി പോകണം. അതിന് ഇതിപ്പോൾ 2-3 ദിവസം മുമ്പ് ഞാൻ ഒടിച്ചതിൻ്റെ കൂമ്പ് കിളിക്കുന്നത്. വേഗം നമുക്ക് ഇങ്ങനെ കൂമ്പായി കിട്ടും. വേണ്ട 3 ദിവസമായുള്ളൂ ഒടിച്ചിട്ട്. ഇത്ര ഇതായിട്ടായി. ഇത് പൂവെടുക്കാം. കൂമ്പ് ഒടിച്ച് പിന്നെ നീണ്ടു വരുന്ന കൂമ്പൊടിച്ചിട്ട് പിന്നെ നീണ്ടു വരുന്ന അതേ മുട്ടും തളിർപ്പും കൂടെ വരുന്നത്. ഉണ്ടോ? തളിർത്ത് വന്നപ്പം തന്നെ മുട്ട് നിൽക്കുക. ഇങ്ങനെ മറച്ചും വരുന്നുണ്ട്. തീരെ കുഞ്ഞു മുട്ട്. ഇത് വലുതായിട്ട് കണ്ടോ? ഇനി നമുക്ക് പൂവെടുക്കാം. ഇതിപ്പം ചെടിക്ക് ഒത്തിരി പൊക്കമായതുകൊണ്ട് എല്ലാം ചായക്കണമെങ്കിൽ ഇത് നല്ലതായിട്ടൊരു തോരനുള്ള പൂവായി നമുക്ക്. ഇലയും പൂവും കൂടെ. ഇതിൻ്റെ പേര് കുറുന്തോട്ടി എന്നാണ്. കുറുന്തോട്ടിയുടെ തണ്ട് നമ്മൾ ഒടിച്ചെടുത്തിട്ട് ഇലയോട് കൂടി വേണം ഒടിച്ചെടുത്തിട്ട് നല്ലപോലെ ചതയ്ക്കണം. കല്ല് വെച്ച് ചതച്ചിട്ട് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് നല്ലപോലെ ഞെരടുമ്പം കൊഴുപ്പുള്ള വെള്ളമായിരിക്കും. അത് നമ്മൾ ഷാമ്പു ഇട്ട് കഴുകുന്ന പോലെ തല കഴുകണം. കഴുകുമ്പോൾ ഷാമ്പു ഇടുന്നതിൽ നല്ല ഇതായിട്ട് മുടി വരും. ചെളിയും പോകും. നല്ല സ്മെല്ലുമാണ്. എടുത്തുള്ളൂ. ഇനി കുറച്ചും കൂടെ നിപ്പുണ്ട്. ഒരു കറിക്കുള്ളതായി. ഇനി ഇതുകൊണ്ട് നമുക്ക് കറി വെക്കാം. കറി വെക്കാനായിട്ട് ഒരുക്കി എടുക്കണം. ഇങ്ങനെ ഇലയും പൂവായിട്ട് ഇതിങ്ങനെ അടത്തി എടുക്കണം. ഓരോന്നും മുട്ട ഇട്ടാലും നല്ലത്.
പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ അടത്തി എടുക്കണം. ചില മുട്ടിന് കേട് കാണാം, കേടുള്ളത് എടുക്കില്ല. അതിനകത്ത് പിന്നെ ചെലന്തിയുടെ കുഞ്ഞുങ്ങൾ കയറിയിരിക്കും. നല്ലതായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കാവുള്ളൂ. കുറച്ചുകൊണ്ട് വന്ന് നമുക്കിനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം തോരൻ വെക്കാൻ. കഴുകി എടുക്കട്ടെ. കഴുകി വൃത്തിയാക്കി ഇനി നമുക്കത് തോരൻ വെക്കാം. തോരനുള്ള ചേരുവകൾ: ഉള്ളി, ഉപ്പ്, തേങ്ങ, പച്ചമുളക് കീറിയത്, മഞ്ഞൾപ്പൊടി, കടുക്, എണ്ണ. ഇനി നമുക്ക് പാചകം ചെയ്യാം. ചട്ടി എടുത്ത് വെക്കണം. ഉള്ളിയും പച്ചമുളകും നല്ലതായിട്ട് വാടി നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങയുടെ വെള്ളം ശകലം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൂവിടാം. ഇനി നമുക്ക് പൂവിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കാം. നല്ലതുപോലെ ഇളക്കി വെച്ച് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് നമുക്കിങ്ങനെ നല്ലതുപോലെ തട്ടി പൊത്തി വെച്ചിട്ട് മൂടി വെക്കാം. മൂടി വെച്ച് ഒരാവി കയറുമ്പോഴത്തേക്കിന് കറി റെഡിയാകും. നല്ലതുപോലെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കണം. തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒരാവി കയറി കഴിയുമ്പോൾ ഇളക്കാം. അപ്പോൾ ആവിയായിട്ടുണ്ടോ നമുക്ക് ഇളക്കി നോക്കാം. ഇലയുടെ കൂടെ ചെറിയ മുട്ടും കൂടെ പോന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പച്ച കളർ വരുന്നത്. അല്ലെങ്കിൽ നല്ല മഞ്ഞയായിട്ടിരിക്കും. ആ മുട്ടുള്ളപ്പോഴത്തേക്കിന് ഈ പൂ തന്നെ വെക്കുന്നതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ മുരിങ്ങപ്പൂവൊക്കെ വെക്കുന്ന പോലെ ഇങ്ങനെ വെള്ളമായി ഒട്ടുമില്ലാതെ നല്ലതായിട്ട് തോർത്തിയെടുത്ത് നമുക്ക് പൊതിച്ചോറിനൊക്കെ നല്ലതായിട്ട് കൊണ്ടുപോകാം. റെഡിയായി. നമുക്കിത് കോരുമാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.